തെളിച്ചമേകാൻ പൊൻപുലർക്കാലം വെളിച്ചമാകും നുറുങ്ങുവെട്ടം പക്ഷിപരാഗം തെളിച്ചു കാട്ടും വരുന്നു ദൈവം മനസ്സിനുള്ളിൽ തിളക്കമേകിടാൻ തരുന്നു ധ്യാന പ്രകാശമാർക്കും വിളക്ക് വയ്ക്കുമ്പോൾ നുറുങ്ങുവെട്ടം ഇറങ്ങിടട്ടെ ഹൃദന്തമെല്ലാം യുഗപ്രകാശത്താൽ മറഞ്ഞിടട്ടെ മാനാന്ധകാരം യുഗപ്രസാദത്താൽ നുറുങ്ങുവെട്ടം. പ്രിയമുള്ളവരെ, ഇന്ന് ചൂട് പിടിച്ചൊരു വിഷയമാണ് പങ്കുവെക്കാനുള്ളത്. സ്നേഹമാണ് വിഷയം. വാദോരാതെ സംസാരിക്കാം. ദൈവം സ്നേഹമാണെന്നെല്ലാം പറയും. പക്ഷെ എനിക്ക് വളരെ വ്യക്തിപരമായിട്ട് വളരെ സഹായിച്ചൊരു ചിന്ത നിങ്ങളുമായിട്ട് ഇന്ന് പങ്കുവെക്കുകയാണ്. ഫിലോസഫി കാലഘട്ടമാണ്. അച്ഛന്മാർക്കെല്ലാം അത് പറയുമ്പോൾ തന്നെ മനസ്സിലാവും. ഒത്തിരി തലവേദന എടുത്ത് പഠിച്ച തത്വങ്ങളും അവിടുത്തെ ദൈവത്തെ കാണാൻ ശ്രമിച്ചതെല്ലാം കഷ്ടപ്പെട്ടുകൊണ്ട് തന്നെയാണ്. അതുവരെയുള്ള എൻ്റെ പ്രാർത്ഥനാ രീതി ഒരു പെർഫോമറിനെ പോലെയായിരുന്നു. ആ കൃത്യസമയത്ത് ചൊല്ലുക, ചില പ്രാർത്ഥനകൾ മന്ത്രം പോലെ ഇത്ര തവണ ചൊല്ലി എന്നെ ഒന്ന് ആശ്വസിപ്പിക്കുക. പിന്നെയാണ് എൻ്റെ ആത്മീയപിതാവ് ആയിട്ടുള്ള ഒരു ടോക്കിൽ വന്ന ഒരു ബോധ്യം. അതായത് എൻ്റെ പ്രാർത്ഥന ഒരു വ്യക്തിയോടാണ്. ആ വ്യക്തിക്കൊരു മുഖമുണ്ട്, പേരുണ്ട്, ജീസസ്. അപ്പോൾ ആ വ്യക്തിയുമായിട്ടുള്ള ഒരു സമ്പർക്കം, ഒരു സംഭാഷണം, ഒരു എൻകൗണ്ടർ, അതിൽ നിന്ന് ഉത്ഭവിക്കുന്ന ഒരു പ്രാർത്ഥനയെക്കുറിച്ച് മനസ്സിലാക്കിയ സമയമായിരുന്നു ഫിലോസഫിയിലെ അവസാന വർഷങ്ങൾ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു പാട്ട് അതായിട്ട് ബന്ധപ്പെട്ടു പോകും. സൂര്യകാന്തി പുഷ്പമെന്നും സൂര്യനെ നോക്കുന്ന പോലെ, അല്ലേ? ആ പുഷ്പത്തിനോ ചെടിക്കോ അല്ല, ആ സൂര്യനിൽ നിന്നാണ് ആ എനർജി ലഭിക്കുന്നത്. ഞാൻ ആ സ്നേഹത്തിന് മുമ്പിൽ നിന്ന് കൊടുക്കുക എന്നുള്ളതാണ് പ്രാർത്ഥന എന്നുള്ളത് എനിക്ക് മനസ്സിലായ സമയമാണ്. ഞാൻ എൻ്റെ നാഥന് മുമ്പിൽ നിന്ന് കൊടുക്കുക. പ്രിയമുള്ളവരെ, ദൈവം എന്നെ സ്നേഹിക്കുന്നു. തൻ്റെ മകനെ നൽകിക്കൊണ്ട് എന്നെ സ്നേഹിക്കുന്നു. ഞാൻ ദൈവത്തെ സ്നേഹിച്ചു എന്നുള്ളതല്ല, മറിച്ച് ദൈവം എന്നെ സ്നേഹിക്കുന്നതിലാണ് സ്നേഹം. ആ സ്നേഹം നിങ്ങൾക്ക് അനുഭവിക്കാൻ ദൈവം അനുഗ്രഹിക്കട്ടെ. നമുക്ക് നിന്നു കൊടുക്കാം ആ സ്നേഹത്തിൻ്റെ മുമ്പിൽ. മറ്റൊന്നും ആലോചിക്കാതെ കുറച്ച് നിമിഷം ഈശോ നിങ്ങളെ സ്നേഹിക്കട്ടെ.